എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങനെ ധനുഷ്കോടിയിലേക്കുള്ള യാത്രക്കിടയിൽ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു ക്ഷേത്രമായിരുന്നു രാമർപാദം ക്ഷേത്രം. രാമർപാദം ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടതിന് ശേഷം ഇനി നമ്മൾ നേരെ പോകുന്നത് കോദണ്ഡരാമർ ടെമ്പിൾ കാണാനായിട്ടാണ്. രാമേശ്വരത്തു നിന്നും 13 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1964 രാമേശ്വരം ചുഴലിക്കാറ്റ് ധനുഷ്കോടിയെ ആകെ തകർത്തെറിഞ്ഞപ്പോൾ നിലനിന്നിരുന്ന ഏക ക്ഷേത്രമാണ് കോദണ്ഡരാമർ സ്വാമി ക്ഷേത്രം. വീഡിയോയിൽ നമ്മൾ കാണുന്നതിനേക്കാൾ അതിമനോഹരമാണ് കടലിന് നടുക്കൂടെയുള്ള ഈ യാത്ര. റോഡിന് ഇരുവശത്തായിട്ടും കടലാണ്. അങ്ങനെ വിശാലമായിട്ടുള്ള റോഡ് അങ്ങനെ കിടക്കുകയാണ്. ആ റോഡിൽ കൂടി പോകുമ്പോൾ ഇരുവശത്തുമുള്ള കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. അങ്ങനെ നമ്മൾ കോദണ്ഡരാമർ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് കോദണ്ഡരാമർ സ്വാമി ക്ഷേത്രം. ഇവിടെ ഇപ്പോൾ സഞ്ചാരികളുടെ ഒഴുക്കാണ്. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ്. രാമേശ്വരത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു പുണ്യ കേന്ദ്രം കൂടിയാണ് കോദണ്ഡരാമർ സ്വാമി ക്ഷേത്രം. നമ്മളെ കൂടാതെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ സ്ഥലം സന്ദർശിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സീസൺ ടൈമാണ്. ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ ഈ മനോഹരമായ കാഴ്ചകൾ കാണാനും ഈ പുണ്യക്ഷേത്രം സന്ദർശിക്കുവാനുമായിട്ട് സഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും അഭൂതപൂർവമായ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 500 വർഷത്തിലധികം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട്. രാവണനുമായുള്ള യുദ്ധത്തിന് ശേഷം ഇവിടെ വെച്ചാണ് ശ്രീരാമൻ വിഭീഷണൻ്റെ പട്ടാഭിഷേകം നടത്തിയത് എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹമായ രാമൻ തൻ്റെ വില്ല് കൈവശം വഹിക്കുന്നതായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ വില്ലിനെയാണ് കോദണ്ഡം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തെ കോദണ്ഡരാമസ്വാമി ക്ഷേത്രം എന്ന പേരുണ്ടായത്. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ തന്നെ ഈ ചരിത്രം ഒരു വലിയ ബോർഡിൽ എഴുതി നമ്മൾക്ക് കാണാനായിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള ഐതിഹ്യം അതിൽ വിവരിച്ചിട്ടുമുണ്ട്. രാമനോടൊപ്പം തന്നെ സീതയുടെയും ലക്ഷ്മണൻ്റെയും വിഭീഷണൻ്റെയും പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്ക് വീഡിയോ ക്യാമറ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അതിനുള്ളിലെ ഭാഗങ്ങൾ ചിത്രീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ പോകുന്നത് ആ കാണുന്ന ചെറിയൊരു ജനക്കൂട്ടത്തിനെ കണ്ടു. അവിടെയായിട്ടാണ് നമുക്ക് ഫ്ലോട്ടിംഗ് സ്റ്റോൺ കാണാനുള്ളത്. അത് കാണാനുള്ള ആൾക്കാരുടെ തിരക്കാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളും ആ സ്ഥലത്തേക്ക് പോവുകയാണ്. രാമൻ തൻ്റെ സൈന്യവുമായി ചേർന്ന് ലങ്കയിലേക്ക് എത്താനായി നിർമ്മിച്ച രാമസേതുവിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കല്ലുകൾ എന്നാണ് വിശ്വാസം. രാമായണവുമായി ബന്ധപ്പെട്ടാണ് ഈ കല്ലുകൾ കൂടുതൽ പ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുന്നത്. പ്യൂമസ് കല്ലുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. രാമേശ്വരത്തിൻ്റെ തീരത്ത് കാണപ്പെടുന്ന ഈ കല്ലുകൾ കുറഞ്ഞ ഖനമുള്ളതിനാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ്. മറ്റൊരു അത്ഭുതം കൂടി എനിക്ക് നിങ്ങളെ കാണിക്കാനുണ്ട്. ഈ ചുറ്റുവളപ്പിനകത്ത് ഇതാ കണ്ടില്ലേ, ഈ കാണുന്ന എല്ലാം മീനുകളാണ്. കൊച്ചു കൊച്ചു മീനുകൾ. അതായത് ഇതാ കണ്ടില്ലേ, ചെറിയ കൂരി പോലെയുള്ള മീനുകൾ. ഒരുപാട് ആയിരക്കണക്കിന് മീനുകൾ കണ്ടില്ലേ. ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം ഇനി നമ്മൾ പോകുന്നത് ചുഴലിക്കാറ്റ് തകർത്തെറിഞ്ഞ ധനുഷ്കോടിയിലേക്കാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരവും പ്രയോജനവുമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം.